ആദ്യത്തെ ബിജെപിയുടെ ആദ്യത്തെ ഡെപ്യൂട്ടി മേയറാണ് ആകാൻ പോവുകയാണ്. എങ്ങനെ തോന്നുന്നു പാർട്ടി തീരുമാനമെടുത്തത്? വളരെ നേരത്തെ രാജേഷേട്ട സൂചിപ്പിച്ച പോലെ തന്നെ വളരെ അപ്രതീക്ഷിതമായിട്ടൊരു തീരുമാനമായിരുന്നു പാർട്ടി. ഇന്ന് ഉച്ചയ്ക്ക് കൗൺസിലർമാരുടെ യോഗത്തിലാണ് എന്നോട് ഇത് പറഞ്ഞത്. തീർച്ചയായിട്ടും വളരെ നേരത്തെ രാജേഷേട്ടൻ സൂചിപ്പിച്ച പോലെ തന്നെ വളരെ ഭാരിച്ചൊരു ഉത്തരവാദിത്തമാണ് പാർട്ടി നമുക്ക് തന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ജനങ്ങളോടൊപ്പം ജനങ്ങളിൽ ഒരാളായി തന്നെ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. മൂന്നാം തവണയാണ് ആശ ജയിക്കുന്നത്. അതെ, കൗൺസിലിലെ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതെ, ഏകദേശം. തീർച്ചയായിട്ടും എന്തായാലും പാർട്ടി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വലിയൊരു ഉത്തരവാദിത്തമാണ് തന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ പ്രവർത്തനവുമായി മുന്നോട്ട് തന്നെ പോകും. ശക്തമായ പ്രതിപക്ഷമുണ്ട്. തീർച്ചയായും. അതെ, തീർച്ചയായിട്ടും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പ്രതിപക്ഷമില്ലാതെ നമുക്ക് നല്ല രീതിയിൽ ഭരണം നടത്താൻ സാധിക്കില്ലല്ലോ. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എല്ലാവരും വളരെ ആപ്റ്റായിട്ടുള്ള കാൻഡിഡേറ്റ്സാണ് നമുക്കുണ്ടായിരുന്നത്. നമ്മുടെ ആപ്റ്റായിട്ടുള്ള കൗൺസിലേഴ്സാണ്. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരേ മനസ്സോടുകൂടി തന്നെ നമ്മൾ വികസന അനന്തപുരിക്കായിട്ട് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നമ്മൾ പരിശ്രമിക്കും.